എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പഴനി യാത്രയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നത്. അതിന് മുന്നേ ഈ വെക്കേഷനിൽ ആരൊക്കെ പഴനി യാത്ര നടത്തിയിട്ടുണ്ട് എന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കളെ എണീപ്പിക്കുന്ന ഒരു ടാസ്കിലാണ്. യാത്രയുടെ ത്രില്ല് കൊണ്ട് തന്നെ ഒറ്റ വിളിക്കുക അവർ രണ്ടുപേരും എണീച്ചു കേട്ടോ. ഇവരുടെ സൗണ്ട് കേട്ടതും അപ്പുറത്തെ ഒരാളുണ്ടല്ലോ ദീക്ഷയും ചാടി എണീറ്റു തലയൊക്കെ റെഡിയാക്കേണ്ട ഇതിലാണ്. ഒന്നും പറയാതെ തന്നെ അവർ ബ്രഷൊക്കെ ചെയ്യാനായിട്ട് പുറകിലേക്ക് പോയി. അപ്പോഴേക്കും ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിന് വേണ്ടി ഒരു ഉണ്ടാക്കേണ്ട തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞാൻ വാഴയിലെല്ലാം വാട്ടി അത് ഭക്ഷണം പൊതിയാനുള്ള കേട്ടോ. വാഴയിലയിൽ ഭക്ഷണം എത്ര രുചികരമായിരിക്കും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. വാട്ടിയ വാഴയിലയിൽ ഭക്ഷണം പൊതിയുന്നത്. അതപ്പോൾ ഇഡ്ഡലി ഏകദേശം റെഡിയായിട്ടുണ്ട്. അതെല്ലാം തണുക്കാനായി വെച്ച് തണുത്തതിന് ശേഷം ഞങ്ങൾ വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത് ട്രെയിനിൽ വെച്ച് കഴിക്കാനുള്ള. ട്രെയിനിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു രസമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ എത്തിയിട്ടോ. ഈ സമയത്ത് കുനിശ്ശേരിയിൽ നിന്ന് പൂന്നായിരത്തേക്ക് പോകാൻ ബസ്സില്ലാത്തത് കൊണ്ട് പൂന്നായിരത്തേക്ക് ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. രാവിലത്തെ കാറ്റ് കൊണ്ടുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ യാത്രകളും നമുക്ക് സമ്മാനിക്കുന്നത് പുതിയ അനുഭവങ്ങളാണല്ലോ. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരോട് ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് ഒന്ന് മാധുര്യം കൂടും അല്ലേ. നിങ്ങളും ഇങ്ങനെ യാത്രകൾ ആസ്വദിക്കുന്നവരാണോ എങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ കൊടുവായൂർ വഴിയാണ് ഞങ്ങൾ പൂതിനായരത്തേക്ക് പോകുന്നത്. അപ്പോൾ കൊടുവായൂർ നമ്മുടെ മഹാഗണപതി ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിൽ അനുഗ്രഹവും വാങ്ങിയിട്ടാട്ടോ ഞങ്ങൾ പൂതിനഗരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഞങ്ങളെത്തി ഓട്ടോറിക്ഷയിൽ നിന്ന് ഓരോന്നായി ഇറങ്ങി അവർക്ക് വാടകയും കൊടുത്ത് വിടുമ്പോൾ ഞങ്ങൾക്ക് മുന്നേ ഒരാൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ചെന്നു ടിക്കറ്റ് എടുക്കാനായിട്ട്. ഓരോരുത്തർക്കും എത്രയാണ് റേറ്റ്, എപ്പോഴാണ് ട്രെയിൻ വരുന്നുള്ള വിവരങ്ങളെല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ. ഒരാൾക്ക് 55 രൂപയാണ് വരുന്നത്. അപ്പോൾ ചെറിയ ആൾക്ക് ടിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞു, വലിയ കുട്ടികൾക്ക് ഹാഫ്. അങ്ങനെ 187 രൂപയാണ് കേട്ടോ ഞങ്ങൾക്ക് പൂതിനഗരത്ത് നിന്ന് പഴനിയിലേക്ക് ട്രെയിൻ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് യാത്രാ വിവരങ്ങളെക്കുറിച്ചെല്ലാം തന്നെ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റും വാങ്ങി ബാക്കി പൈസയും വാങ്ങി പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ നടന്ന് പുറകിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഏകദേശം നമുക്ക് ടിക്കറ്റ് വാങ്ങാൻ ഒരു 5 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ക്യാഷും വാങ്ങി ഞങ്ങൾ അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ് കേട്ടോ. പ്ലാറ്റ്ഫോമിൽ സമയം ഏകദേശം 5:51 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒരു ചെറിയ സീറ്റിൽ കുറച്ച് നേരം വിശ്രമിച്ചു. അപ്പോൾ പുറകിലേക്ക് പോയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കമ്പാർട്ട്മെൻറ്റിൽ ഒഴിഞ്ഞതായി കിട്ടും. പിന്നെ പഴനിയിൽ ഇറങ്ങാനും നമുക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഏരിയയാണ് പുറകു വശം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറകിലേക്ക് ഞങ്ങൾ പോയി. ഇതിന് മുന്നേ വൈഫ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പോയത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പുറകിലേക്ക് പോയി. ഒരു 5 നിമിഷത്തിന് ശേഷം നമുക്ക് ട്രെയിൻ എത്തിയിട്ടോ. ട്രെയിൻ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ട്രെയിൻ എത്തി. ഞങ്ങൾ അത് കഴിഞ്ഞ് ബാക്കിലേക്ക് ഏറ്റവും ഒഴിവുള്ള കമ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ ട്രെയിൻ വന്ന് നിന്നതിന് ശേഷം കമ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ കയറിയാണ് കേട്ടോ. ഓരോരുത്തരും ആദ്യം ദീക്ഷക്കുട്ടിയെ വൈഫ് എടുത്ത് കയറ്റി, അതിന് പുറകെ ദീയും തേയും വൈഫും കയറി. ഞാൻ വീഡിയോ ആയിട്ട് അവരുടെ തൊട്ട് പുറകിൽ തന്നെയുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒഴിഞ്ഞ സീറ്റിലേക്ക് ഇരുന്നു. അതിനുശേഷം ഏറ്റവും ഫ്രീ ആയിട്ടുള്ള സീറ്റ് നോക്കി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഒരാൾ പോയി പുറകിൽ നോക്കുമ്പോൾ പുറകിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറകിലെ സീറ്റിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. അവിടെ ഏറ്റവും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാം കണ്ടുകൊണ്ട് ചെറിയ ആൾ ഭയങ്കര ഹാപ്പിയാണ്, ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീയും തേയും പറഞ്ഞ് ഞങ്ങൾ ബർത്തിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് ബർത്തിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളുടെ ഹാപ്പിനെസ് കൊണ്ട് ശരി കയറി നോക്കുമെന്ന് പറഞ്ഞു. പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും ബർത്തിലേക്ക് കയറി കിടന്നു നോക്കിയാണ് കേട്ടോ. അവർ ഭയങ്കര ഹാപ്പിനെസ് അവരുടെ മുഖത്തിൽ കാണുന്നില്ലേ. ഇതേപോലെ മക്കളുടെ സന്തോഷങ്ങളല്ലേ നമ്മൾ ഓരോ കൂടുതൽ യാത്രകൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ ബർത്തിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഈ കാഴ്ചകൾ കണ്ടുവരുന്ന ചെറിയ ആൾ സീറ്റിൽ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ വൈഫ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ രണ്ടാളും ഇറങ്ങി വന്ന് ട്രെയിൻ യാത്രയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവർ ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പോൾ യാത്രാ വിവരണങ്ങളെല്ലാം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു പുതിയ അനുഭവം കൂടിയാണ് കാഴ്ചകളെക്കുറിച്ച് എഴുതാനെല്ലാം. അപ്പോൾ പ്രഭാത കിരണങ്ങളെ ഏറ്റുകൊണ്ട് ഞങ്ങളുടെ യാത്രകൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അടുത്ത് ഞങ്ങളെത്തിയത് മുതലമട സ്റ്റേഷനിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് മുതലമട സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രകൾ ഒരു വീഡിയോയിൽ തന്നെ ഒതുക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോയും കൂടി ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ഭാഗങ്ങളായിട്ട് കാണിക്കും കേട്ടോ. മുതലമട സ്റ്റേഷനിൽ ഇറങ്ങി ഒരു 5 മിനിറ്റ് അവിടെ നിർത്തിയതുകൊണ്ട് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് കൊടുത്ത് ആ ഭാഗങ്ങളെല്ലാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾ പേടിച്ചിട്ട് ഇറങ്ങില്ല, സ്റ്റേഷനിൽ തന്നെ നിന്നു.
അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ യാത്ര തുടരുകയാണ് കേട്ടോ. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല കേട്ടോ. അപ്പോൾ